ഫസ്റ്റ് ദിവസം സമൂസ എല്ലാം സെയിലായതുകൊണ്ട് തന്നെ ഫൈയൊക്കെ പിറ്റേ ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. ഫസ്റ്റ് ദിവസം എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം 25-30 ഇടയിലായിട്ട് എന്തായാലും സെയിൽ ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷെ അന്ന് കൗണ്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ട്ടോ. ശരിക്കും നമ്മളതൊക്കെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതേനു. അന്ന് എന്തോ നമ്മളിത് പോയില്ലേ എന്നുള്ളത് അറിയില്ലേനല്ലോ. അതിൻ്റെ ആ ഒരു ഇതിലേനു. എന്തായാലും അൽഹംദുലില്ലാ അന്നത്തേത് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഏകദേശം ഒരു 34 തോന്നുന്നുണ്ട് ട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വലുതിന് 12ഉം 10 ചെറുതിനും ആയിട്ട് അങ്ങനെയാണ് കൊടുത്തത് ട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് വാങ്ങുന്നുണ്ട്. ഫയ്യ കുറച്ചൊക്കെ ചെറിയൊരു ട്രിക്കൊക്കെ പഠിച്ചിട്ടുമുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ വണ്ടിയൊക്കെ പോണ സമയത്ത് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുക്കും. റേറ്റ് എത്രയാന്നുള്ളത്. പിന്നെ വേണോ വേണമെന്ന് ഇങ്ങനെ എല്ലാവരോടൊക്കെ ചോദിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ദിവസം വലിയ കുറവ് അങ്ങനെ ഇല്ലേനെ റോഡിൽ നിൽക്കുന്ന സമയത്ത്. പക്ഷെ പിറ്റേ ദിവസം മുതൽ എനിക്ക് എന്തോ ഒരു കുറവ് മാതിരി. ഫസ്റ്റ് ദിവസമൊക്കെ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഓരോരുത്തരും നോക്കുമ്പോൾ ഒരു കുറവ് മാതിരി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ കുറവ് കാണിക്കേണ്ട ആവശ്യം, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സാധനം ഉണ്ടാക്കി വെക്കല്ലേ, വേറൊരു പണി ചെയ്യില്ലല്ലോ, നല്ല കാര്യമല്ലേ ചെയ്യുന്നുള്ളൂ, നമ്മൾ സാധനമല്ലേ. ഒരു എന്താ ഒരു അഭിമാനമൊക്കെ തോന്നുന്ന കാര്യമില്ല ഇതിങ്ങനെ ആൾക്കാർ വന്ന് സാധനം വാങ്ങി ഇതാക്കുക എന്നുള്ളത്. കൂടി ഒരു 1-2 കൊല്ലം കഴിഞ്ഞ് പയ്യനെ കിട്ടുന്നില്ല ഇതിന്. കാരണം അൻഹമോളനെ ഇപ്പം ബേക്കടിച്ച് നിൽക്കുക, അൻഹ ഈ ഭാഗത്തേക്കേ വരുന്നില്ല കേട്ടോ. പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് മാത്രം അൻഹ ഒന്ന് വന്ന് പോകും. അപ്പൊ ഇത് പഴയ ഫോണിന് അതിൻ്റെ അകത്താണ് പയ്യെ കാൽക്കുലേറ്റ് ചെയ്യലും. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ സ്കാനറിൻ്റെ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. അപ്പൊ അതും വെച്ച് അവിടെ അങ്ങനെ സമയം പോക്കും. അപ്പൊ എത്ര വെച്ചിട്ട് അങ്ങനെ വെറുതെ ഇരിക്കുക. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എത്ര ആയിട്ടുള്ളൂ ഇനി ബാക്കിയുള്ളത് കേട്ടോ. അത്രയും കഴിഞ്ഞിട്ടുണ്ടേനും. എനിക്ക് 1, 2, 3, 5, 6 ബാക്കി വന്നിട്ടുള്ളൂ. അതും ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബാക്കിയുള്ള വേഗം ഇറച്ചി കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ച് വെറുതെ നോക്കാം, കാരണം സമൂസ ഏതായാലും കഴിയാനായല്ലോ. അപ്പൊ ഈ ഒരു കേക്ക് നമ്മൾ 12 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടോ. ഒരു 15 ഒരു പീസിന്. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. വാങ്ങുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു സാധനം നഷ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ നഷ്ടം വരികയും അതൊന്നും നമ്മൾ നോക്കില്ല. ലാഭ നഷ്ടം ഒന്നും ഇപ്പൊ നോക്കിയിട്ടേ ഇല്ല കേട്ടോ. വാങ്ങുന്നവർക്ക് നഷ്ടമാവാൻ ഞാൻ മതി, കാരണം ഫസ്റ്റ് ആയിട്ട് ചെയ്യല്ലേ. ഫസ്റ്റ് എന്നല്ല, എപ്പോഴായാലും നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടാവരുതല്ലോ. പക്ഷെ ഇറച്ചിക്ക് അങ്ങനെ വിചാരിച്ചവർ അത്ര പോയില്ല കേട്ടോ, കുറച്ച് ബാക്കിയായി. പക്ഷെ മേടിക്കാനില്ല, സാധനം കേടാവൊന്നുമില്ല. തിന്നുന്ന സാധനം അതൊക്കെ നമ്മൾ തിന്നെങ്ങനെയെങ്കിലും തീർക്കൂലേ. അന്ന് മഗ്‌രിബിന്റെ ശേഷം കുറച്ച് ഫയ്യൊക്കെ ഇരിക്കേണ്ടി വന്നീന് കേട്ടോ സാധനം കഴിയാനിട്ട്.